വൈകുന്നേരം ആയപ്പോഴേക്കും പതിവ് പോലെ എനിക്ക് പിന്നെയും വിശപ്പ് തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തുണ്ടാക്കും എന്ത് കഴിക്കുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ തലയിൽ ബൾബ് കത്തിയത്. നേരത്തെ വാങ്ങി വെച്ച ബ്രെഡും പിന്നെ അതുപോലെ ക്യൂക്കുംബറും തക്കാളിയും ഇത് ഒന്ന് വീതം, അതുപോലെ ഒരു മുട്ടയെടുത്ത് ചിക്കാനും അതുപോലെ ചീസിൻ്റെ സ്ലൈസും, ഇത്രയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഒരു സാൻഡ്വിച്ച് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രെഡ് എടുത്തു, ചീസ് നേരെ നടുവേ മുറിച്ചിട്ട് അതും വെച്ചു, ക്യൂക്കുംബറും തക്കാളി പീസസും വെച്ചു, എന്നിട്ട് മേലെ ഒരു ബ്രെഡും കൂടെ വെച്ചിട്ട് പതുക്കെ ഒന്ന് മുരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ സംഭവം അത്യാവശ്യം മുരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ല. അപ്പോൾ അത് റെഡി ആവുന്നതിനൊപ്പം തന്നെ നമ്മൾ മുട്ടയൊന്ന് ചിക്കിയെടുത്തു, എന്നിട്ട് അതും കൂടെ ഫില്ലിംഗ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചു, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മുരിച്ചെടുത്തു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമ്മുടെ ഹോം മെയ്ഡ് സാൻഡ്വിച്ച് റെഡി. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണേ. ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. എടോ കഴിച്ചു നോക്കൂ. കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ വീഡിയോ എടുക്കാൻ പോയതാണ് അതിനിടയ്ക്ക്. കഴിച്ചിട്ട് പറയും. കഴിച്ചിട്ട് പറയും. സോസ് എടുക്കാം. കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ കഴിയാത്ത പീസ് എടുത്തേക്കണം. ഓക്കെ. ചീസ് വന്നിട്ടുണ്ടോ? നല്ലതായിട്ട് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് മെറ്റായി, ഈസി ആയിട്ട് എല്ലാം കയറുകയും ചെയ്യും. ഹെൽത്തിയാ, സിമ്പിളായിട്ടുള്ള സാൻഡ്വിച്ചാ. സെറ്റാണോ? സക്സസ്. താങ്ക് യു. അപ്പോൾ ഞാനും കൂടെ ഒരു പീസ് കഴിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സംഭവം സെറ്റാണ്, സൂപ്പറാണ്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഈവനിങ് സ്നാക്ക് വേണ്ടവർക്ക് എല്ലാവർക്കും ഇതങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ടാറ്റാ.